ഞങ്ങൾ ഇന്നലെ രാത്രി 1:55 ഞങ്ങള് ദുബായിൽ നിന്ന് പോകുന്നതാ. ഇപ്പൊ സമയം ഞങ്ങൾ 12 മണിയായി. ഞങ്ങൾക്ക് ഇതേറെ ഈ വണ്ടി പ്ലെയിൻ കേടായിട്ട് ഇവിടെ നിർത്തിയിട്ട് ഇടയ്ക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പേടിച്ച് ഞങ്ങളെ കുടലും അയലും അതുമാതിരി പേടിപ്പിച്ചോണ്ട് ഇറക്കിയത് ഇവിടെ. ഞങ്ങളെല്ലാം ഇവിടെ സ്റ്റക്കാണ്. എല്ലാവരും ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇവിടെ വയസ്സായ ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് അതോറിറ്റീസ് ഒരു രീതിയിലും ഇതിനെക്കുറിച്ച് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുന്നില്ല. ഇതിൽ വൃദ്ധരായവരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്. അതുപോലെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഏകദേശം 2 ആഴ്ചയോളമായിട്ട് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഈ ഒരു വാർ സിറ്റുവേഷനിൽ വല്ലാത്തൊരു ട്രോമ അനുഭവിച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് പാസഞ്ചേഴ്സാണ് ഇതിലുള്ളത്. എത്രയും പെട്ടെന്ന് അവരുടെ ഭീതി ഒഴിവാക്കണം. ഈ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ കൂടുതലായിട്ടുള്ളത്, മറ്റു യാത്രകളിലെ അപകടങ്ങളെക്കാളും കൂടുതൽ അപകടങ്ങളൊക്കെ ആയിട്ടുള്ളതും ഭീതിജനകമായിട്ടുള്ളൊരു യാത്രയുണ്ട്, അത് ഫ്ലൈറ്റ് യാത്രയാണ്. അതൊന്ന് മനസ്സിലാക്കുക. ഇവർ പേടിച്ചിട്ടൊക്കെയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് യാതൊരു റെസ്പോൺസിബിളും ഇല്ല. പ്രത്യേകിച്ച് ഒരുപാട് അകലമുള്ള യാത്രയും കൂടിയാണ്. കാരണം ഒരുപാട് ചിലപ്പോൾ അവർ സ്വന്തം നാട്ടിലേക്ക് പോകുന്ന ഒരു സന്തോഷത്തിലൊക്കെ ആയിരിക്കും. വീട്ടുകാരെ കാണണം, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് എത്തണം. ഒരുപാട് നേരം നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ടാവില്ല. ആ ഫീലൊക്കെ അനുഭവിക്കാനൊക്കെ ആയിരിക്കും അവരുടെ കുടുംബമായിട്ട് ഒത്തുകൂടാനൊക്കെ ആയിരിക്കും ഓരോ യാത്രക്കാരും വരുന്നത്. എന്നിട്ട് അവരെ പേടിപ്പിച്ചിട്ട് ഈ മാതിരി ഫ്ലൈറ്റ് കേടല്ലാന്നും പറഞ്ഞാൽ അവർക്ക് യാതൊരു റെസ്പോൺസിബിൾ അവരുടെ ഭീതി അകറ്റാതിരിക്കുന്ന വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും യാത്രക്കാരുടെ സുരക്ഷിതത്വം അത് തീർച്ചയായിട്ടും അത് ഇപ്പോൾ ബസ്സിൻ്റെ ആയിക്കോട്ടെ, ബോട്ട് ഡ്രൈവിംഗ് ആയിക്കോട്ടെ, അല്ല കപ്പലോ എന്തായിക്കോട്ടെ, അതുപോലെ വിമാനം ആയിക്കോട്ടെ, എന്തായാലും അവരുടെ യാത്രക്കാരുടെ സുരക്ഷ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് ഇവിടെ പിന്നെ പാലിക്കാതിരിക്കുന്നതാണ് അനാസ്ഥ തന്നെയാണ് ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നത് തന്നെ. അവർക്ക് തന്നെ ഭീതിയോടെയും ട്രോമ രഹിതമാണെന്ന വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. പ്രത്യേകിച്ച് ഫ്ലൈറ്റിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ അധികാരികളൊക്കെ അറിയിക്കുക. ഈ കണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇറക്കിയിട്ട് അതിപ്പോൾ അവർക്ക് എതിരായിട്ട് അവർക്ക് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊന്നും ചെയ്യാതെ ചുമ്മാ ഇവിടെ പിടിച്ചിട്ടിരുത്തി കൊണ്ടുപോയിട്ട് മാതിരി പരിപാടി കാണിക്കുന്നത് അത് അത്ര നല്ല പരിപാടിയല്ല.